ഓക്കെ, കേസ് 4 ആണ് നമ്മൾ പറയുന്നത്. ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഓൺ ദ എവരി ക്വാർട്ടർ. നേരത്തെ പറഞ്ഞത് ഓൺ എവരി മന്ത് ആയിരുന്നു. ഇനി നമ്മൾ പറയുന്നത് എവരി ക്വാർട്ടർ. എല്ലാ ക്വാർട്ടറിലും ഒരു ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യാണ്. അപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. പകുതിൻ്റെയും പകുതിയാണ് എന്ത്? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 4/1 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു വർഷത്തിൽ 12 മാസമാണ്. അതിൻ്റെ പകുതി 6 അല്ലേ? അതിൻ്റെയും പകുതി 3. അപ്പോൾ 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? പാർട്ണർ ഇങ്ങനെ വിഡ്രോ ചെയ്യണം ഒരു നിശ്ചിത എമൗണ്ട്. ഓക്കെ, 3 മാസം കൂടുമ്പോഴാണ്, ക്വാർട്ടർലിയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ വിഡ്രോ ചെയ്യുന്നത്. ഇതും 3 രീതിയിൽ വരാം. എ, ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ. ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ഡേ ആവാം. ബി, ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ. ബി എന്താവാം? ലാസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ആവാം. സി, ഓൺ ദ മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ, അല്ലെങ്കിൽ മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ ആവാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ എന്നുള്ളതാണ്. ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 സ്റ്റെപ്പാണ് ഇതിനും വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് നമ്പർ 1 ടോട്ടൽ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1 ടോട്ടൽ ഡ്രോയിങ്സ്. ടോട്ടൽ ഡ്രോയിങ്സ് കാണാൻ എന്ത് ചെയ്യണം? എമൗണ്ട്, അതായത് ഡ്രോയിങ്സ്, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇൻറ്റു, ഓക്കെ, ഇൻറ്റു 12 എന്നായിരുന്നു നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ 12 മാസം പിൻവലിക്കുന്നില്ലല്ലോ. 3 മാസം കൂടുമ്പോഴല്ലേ പിൻവലിക്കുന്നുള്ളൂ. 3 മാസം കൂടുമ്പോൾ എത്ര തവണ നമ്മൾ പിൻവലിച്ചിട്ടുണ്ടാകും ഒരു വർഷത്തിൽ? 4 തവണ. അപ്പോൾ 4 ക്വാർട്ടർ ആണെങ്കിൽ 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സമം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു, അല്ലേ, എത്ര പേഴ്സൻറ്റേജ് ആണോ ആ പേഴ്സൻറ്റേജ് ഇൻറ്റു ആവറേജ് മന്ത്. ആവറേജ് മന്ത് ബൈ 12. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് മന്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആവറേജ് മന്ത് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എത്ര, ഒരു വർഷത്തിൽ എത്ര മാസം? 12 മാസം ബിസിനസ് ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്ലസ്, അല്ലേ? 2 ഡ്രോയിങ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ്. അവിടെ നേരത്തെ 1 ആയിരുന്നു, ഇവിടെ 1 അല്ല. ഇവിടെ എന്താണ്? 3 മാസം കൂടുമ്പോഴല്ലേ പിൻവലിക്കുന്നത്. അപ്പോൾ 3 ബൈ ആവറേജിൻ്റെ 2. അപ്പോൾ 12 + 3 15. 15 ബൈ 2 = 7.5. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് മന്ത് എന്ന് പറഞ്ഞാൽ 7.5 ആയിരിക്കും. ഓക്കെ, 3 നിങ്ങൾ പഠിച്ചു. ആദ്യം 6.5. 6.5 നിങ്ങൾക്ക് എന്താ അറിയാമല്ലോ? 6.5 എന്താണ്? ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5, ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5.5, മിഡിൽ ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6. പിന്നെ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ഓൺ ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ. ഫസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ എന്താണ്? ആവറേജ് മന്ത് 7.5, 7.5. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മിസ്റ്റർ പ്രകാശ്, എ പാർട്ണർ ഇൻ എ ഫേം, withdraws ₹3,000 on the first day of every quarter. Calculate interest on drawings at 3%. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 1 ടോട്ടൽ ഡ്രോയിങ്സ്. ടോട്ടൽ ഡ്രോയിങ്സ് 3,000 ആണ് എമൗണ്ട് ഇൻറ്റു 4, അല്ലേ? 3,000 ഇൻറ്റു 4 12,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സമം സ്റ്റെപ്പ് നമ്പർ 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സമം 12,000. ഇങ്ങനെ കിട്ടിയിട്ടുള്ള 12,000 ഇൻറ്റു എത്ര പേഴ്സൻറ്റേജാ? 3% ഇൻറ്റു ആവറേജ് മന്ത് 7.5 ബൈ 12. 2.5 എന്ന് കിട്ടും. 225. അപ്പോൾ ആൻസർ കിട്ടി 225. ഓക്കെ, ഇനി നമുക്ക് ബിയിലേക്ക് പോവാം. ബി, ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ. ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് എവരി ക്വാർട്ടർ. അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുതന്നെയാണ്? ടോട്ടൽ ഡ്രോയിങ്സ് ഞാൻ എഴുതുന്നില്ല. ടോട്ടൽ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു 4. എമൗണ്ട് ഇൻറ്റു 4. കാരണം 4 എന്താണ്? ക്വാർട്ടർ ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്താണ്? ഇങ്ങനെ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു പേഴ്സൻറ്റേജ് ബൈ 100 ഇൻറ്റു ആവറേജ് മന്ത് ബൈ 12. അപ്പോൾ നമുക്ക് ആവറേജ് മന്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് മന്ത് ഈസ് ഈക്വൽ ടു
ആവറേജ് മന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഒരു വർഷത്തിൽ എത്ര മാസമാണ്? 12. ലാസ്റ്റ് ആയതുകൊണ്ട് മൈനസ്. രണ്ട് ഡ്രോയിങ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? ശ്രദ്ധിക്കുക, 3. ക്വാർട്ടർ ആകുമ്പോൾ 3 ബൈ 2. 12 മൈനസ് 3 ഈക്വൽ ടു 9/2. 4.5 months. 4.5 months ആയിരിക്കും ആവറേജ് മന്ത് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. മിസ്റ്റർ ഹമീദ് എ പാർട്ണർ ഇൻ എ ഫേം withdraws ₹1,000 on the last day of every quarter. Calculate interest on drawings at 5% per annum. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് മിസ്റ്റർ ഹമീദ് എന്ന് പറയുന്ന പാർട്ണറാണ്. അയാൾ എന്ത് ചെയ്യുന്നു? 1000 രൂപ ലാസ്റ്റ് ഡേ ഓഫ് എവറി ക്വാർട്ടറിൻ്റെ അവസാനത്തിൽ 1000 രൂപ അയാൾ എന്ത് ചെയ്യുന്നു? പിൻവലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ടോട്ടൽ ഡ്രോയിങ്സ്. ആൻസർ പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ടോട്ടൽ ഡ്രോയിങ്സ്. ടോട്ടൽ ഡ്രോയിങ്സ് ഈക്വൽ ടു 1000 ഇൻറ്റു 4, 4000. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈക്വൽ ടു 4000 ഇൻറ്റു 5/100 ഇൻറ്റു ആവറേജ് മന്ത് നമ്മൾ കണ്ടെത്തി 4.5/12. ഓക്കെ. അപ്പോൾ എത്ര ആൻസർ വരും എന്ന് കാൽക്കുലേറ്ററിൽ നോക്കുക. അപ്പോൾ ആൻസർ കിട്ടും 75. ഓക്കെ, ആൻസർ 75 എന്ന് കിട്ടും. ഇനി സിയിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഓൺ ദ മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ. മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ എന്തായിരിക്കും? മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് മന്താണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് മന്ത് എന്ന് പറഞ്ഞാൽ മിഡിൽ എന്ന് കണ്ടാൽ പിന്നെ 6 ആയിരിക്കും എന്തുണ്ടാവുക? ആവറേജ് മന്ത് ഉണ്ടാവുക. അപ്പോൾ 12/2 അതാണ് ആവറേജ് മന്ത്, അതായത് 6 എന്നായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മിസ്റ്റർ അനിൽ എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോസ് ₹2,000 ഓൺ ദ മിഡിൽ ഡേ ഓഫ് എവരി ക്വാർട്ടർ. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 6% per annum. അതായത് അരുൺ എന്ന് പറയുന്ന വ്യക്തി പാർട്ണറാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ മാസം 2000 രൂപ പിൻവലിക്കുന്നുണ്ട്. 6% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് 2000 ഇൻറ്റു 4, 8000. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 8000 ഇൻറ്റു 6/100 ഇൻറ്റു 8000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 ഈക്വൽ ടു 240 എന്ന് കിട്ടും. ഓക്കെ, 240 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഇത്രയാണ് ഫിക്സ്ഡ് എമൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കേസ് 5ലേക്ക് നോക്കാം. അപ്പോൾ 5ാമത്തെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. 5ാമത്തെ കേസ് ഡിഫറെൻറ്റ് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവൽ. അതായത് ഡിഫറെൻറ്റ് എമൗണ്ടാണ്. നേരത്തെ 5000 രൂപയാണെങ്കിൽ എല്ലാ മാസവും 5000 അല്ലേ? ഇവിടെ പറഞ്ഞത് ഡിഫറെൻറ്റ് എമൗണ്ട്, വ്യത്യസ്ത എമൗണ്ട്, ഡിഫറെൻറ്റ് ഇൻ്റർവൽ, വ്യത്യസ്ത സമയങ്ങളിൽ. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യത്തിൽ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഓക്കെ, പ്രൊഡക്റ്റ് മെത്തേഡ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, പ്രൊഡക്റ്റ് മെത്തേഡ് എന്നാണ് പറയുക, പ്രൊഡക്റ്റ് മെത്തേഡ്. ഓക്കെ, ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടും. ഓക്കെ, മോഹൻ എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രൂ ദ ഫോളോവിങ് എമൗണ്ട് ഡ്യൂറിങ് ദി ഇയർ 2010. മോഹൻ എന്ന് പറയുന്ന ആൾ പാർട്ണറാണ്. അയാളുടെ ഡ്രോയിങ്സ് ആണ് താഴെ നൽകിയിട്ടുള്ളത്. ഫെബ്രുവരി 1 2000 രൂപ, മെയ് 1 5000 രൂപ, ജൂൺ 30 2000 രൂപ, ഒക്ടോബർ 31 6000 രൂപ, ഡിസംബർ 31 2000 രൂപ. ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ്ഡ് അറ്റ് 15% പെർ ആനം. 15% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അസ്യൂം ദ അക്കൗണ്ടിംഗ് ഇയർ ക്ലോസസ് ഓൺ ഡിസംബർ 31. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജബിൾ ടു ദ പാർട്ണർ. അതാണ് ചോദ്യം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്രയും സാഹചര്യത്തിൽ 2 കോളം കാണും. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം എമൗണ്ട്. ഓക്കെ, ഡേറ്റ്, എമൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമതൊരു കോളം, 2 കോളം കൂടി എക്സ്ട്രാ വരിക്കണം. മൂന്നാമത്തെ കോളം പീരീഡ്. ഓക്കെ, പീരീഡ് എത്ര സമയമാണ് ആ എമൗണ്ട് അവിടെ നിന്നിട്ടുള്ളത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പീരീഡ്. നാലാമത്തെ കോളാണ് എന്ത്? പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരിക്കും എമൗണ്ടിൻ്റെ പീരീഡ് ആയിരിക്കും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഡേറ്റ് നോക്കാം. ശ്രദ്ധിക്കാം,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 കോളം അഡീഷണൽ ആയിട്ട് വരച്ചാൽ മതി ആൻസർ ചെയ്യുമ്പോൾ. ഫെബ്രുവരി 1 എമൗണ്ട് 2000 രൂപ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കാം. മെയ് 1 5000 രൂപ. ജൂൺ 30 2000 രൂപ. അതേപോലെ ഒക്ടോബർ 31 6000 രൂപ. അതേപോലെ ഡിസംബർ 31 2000 രൂപ. ഓക്കെ, ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ബുക്ക് ക്ലോസ് ചെയ്തെന്നാണ്, ഡിസംബറിലാണ് അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണോ വിഡ്രോ ചെയ്തത് ആ ഡേറ്റ് മുതൽ ഡിസംബർ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിലേക്ക് എണ്ണുക. ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ എണ്ണുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ 11 മാസം. ഓക്കെ, നെക്സ്റ്റ് മെയ് 1 മുതൽ ഡിസംബർ 31 വരെ ഉണ്ട്. അതായത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മാസം. ഓക്കെ, ജൂൺ മുതൽ എണ്ണുക. ജൂൺ 30 അതുകൊണ്ട് ജൂൺ പെടൂല. ഓക്കെ, ജൂലൈ മുതൽ എണ്ണുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം. ഓക്കെ, ഒക്ടോബർ 31 ആയതുകൊണ്ട് ഒക്ടോബർ എടുക്കൂല. അപ്പോൾ നവംബർ, ഡിസംബർ എത്ര മാസം? 2 മാസം. അതുപോലെ ഡിസംബർ 31 എടുക്കൂല, അതുകൊണ്ട് 0. കാരണം ഡിസംബർ 31 ബുക്ക് ക്ലോസ് ചെയ്യുന്നത്, പിന്നെ ഒരു മാസമല്ല, അതുകൊണ്ട് 0. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതേ ഇൻറ്റു ഇത് 2000 × 11. 2000 × 11 കാൽക്കുലേറ്ററിൽ ഗുണിച്ച് എഴുതുക. 22,000. 5000 × 8 40,000. 2000 × 6 12,000. 6000 × 2 12,000. 2000 × 0. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോളം കംപ്ലീറ്റ് അങ്ങ് കൂട്ടണം. ഓക്കെ, അപ്പോൾ ആ കോളം ഒന്ന് കംപ്ലീറ്റ് കൂട്ടും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, അടുത്ത താഴെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടിയിട്ടുള്ള ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു പേഴ്സൻറ്റേജ് ഇൻറ്റു ഒരു മാസത്തേക്ക് കാണാം 1/12. ഇത് ഒരിക്കലും മറക്കരുത്, എല്ലാ ക്വസ്റ്റ്യനിലും ഒരു മാസത്തേക്ക് കാണാം 1/12. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് എത്ര? 86,000 ഇൻറ്റു പേഴ്സൻറ്റേജ് എത്ര? 15% ഇൻറ്റു 1/12. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് 1075 എന്ന് കിട്ടും ആൻസർ. 1075. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. ഓക്കെ.